രാവിലെ തന്നെ എന്നെ കരയിപ്പിക്കുന്നത് വേറെ ആരുമല്ല ഈ സാധനമാണ്. അപ്പോൾ ഇത് ഡേ 3 ഓഫ് ഇച്ചിരി ബെറ്റർ ദാൻ യെസ്റ്റർഡേ. ഇത് വേറെ ഒന്നുമല്ല, ഇറ്റ്സ് മൈ 100 days ഓഫ് ഷോയിങ് അപ്പ് ആൻഡ് ലേണിംഗ് എ ലിറ്റിൽ ആൻഡ് ബിക്കമിങ് ബെറ്റർ ദാൻ യെസ്റ്റർഡേ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വിമോചനമായിട്ട് ഇന്ന് ഞാൻ അപ്പം ഉണ്ടാക്കി. പിന്നെ അപ്പത്തിന് അപ്പച്ചട്ടി ഇല്ലായിരുന്നു. ഇങ്ങനെ ഗംഭീരമായിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് പല പാത്രങ്ങളും ഇവിടെ ഇല്ലാന്ന് ഞാൻ തിരിച്ചറിയുന്നത്. നമ്മുടെ ലൈഫിലെ ഈ പാട്ടിൻ്റെ പ്രസക്തിയെക്കുറിച്ച് 2 കാരണങ്ങളിലൊന്ന് ഇന്നലെ പറഞ്ഞു. രണ്ടാമത്തെ കാരണത്തിനാണ് രാവിലെ തന്നെ വർക്കിന് മുന്നേ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ ബാംഗ്ലൂർ സിറ്റിയിൽ ഒരു ഹൗസ് ഹണ്ടിങ് അല്ലെങ്കിൽ വീട് വെട്ട്, കുറച്ചൊക്കെ ഹൈജീൻ ആയിട്ടുള്ള വീടും ഇച്ചിരി ഡീസൻ്റ് ആയിട്ടുള്ള ഏരിയയിലും ഒരു 1 BHK അവർ ചോദിക്കുന്നതാണ് ജസ്റ്റ് 33,000 ആൻഡ് 3K മെയിൻ്റനൻസ് എന്ന്. നമ്മുടെ ബഡ്ജറ്റ് ആണെങ്കിൽ 15K ഇൻക്ലൂഡിങ് മെയിൻ്റനൻസ് ആൻഡ് വാട്ടർ ബിൽ. കാരണം നമുക്ക് 2 പേർക്ക് നാട്ടിലെ ഹൗസ് ലോണും പേഴ്സണൽ ലോണും EMI ഒക്കെ ആയിട്ട് കുറേ ലൈബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത്രയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പറ്റുള്ളൂ. ആൻഡ് നമ്മുടെ ഈ ബഡ്ജറ്റിൽ വീട് നല്ലതാണെങ്കിൽ പരിസരം കൊള്ളിലായിരിക്കും. ഇനിയിപ്പോൾ പരിസരം നല്ലതാണെങ്കിൽ വീട് ഒട്ടും ഹൈജീൻ അല്ലായിരിക്കും. അങ്ങനെ ഈ പൊരി വെയിലത്തും ട്രാഫിക്കും പൊല്യൂഷനിലും ഈ ഒരു 4-5 വീട് അന്വേഷിച്ചിട്ട് ഒന്നും ശരിയാവത്തോണ്ട് നമ്മൾ അവസാനം തീരുമാനിച്ചു ഇനിയിപ്പോൾ വീട് അത്ര മെനയില്ലെങ്കിലും പരിസരം ഇച്ചിരി മോശമായാലും ഇച്ചിരി സേഫ്റ്റി ഉള്ള ഒരു പ്ലേസ് ഉണ്ടായാൽ മതി ആൻഡ് പ്രൈവസിയും. അങ്ങനെ അവസാനം ഒരു വീട് കിട്ടി. 100% സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, കാരണം ഇച്ചിരി ഉള്ളിലോട്ടാണ്. ബട്ട് എനിവേ നമ്മളതങ്ങ് ബുക്ക് ചെയ്തു. അപ്പോൾ ആ വീടിൻ്റെ വിശേഷങ്ങളും ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീടുള്ള വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും ഇത്രയും സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ദിവസവും ഒരുപാട് അലഞ്ഞെങ്കിലും ഞാൻ എൻ്റെ ആ ഒരു ഹോംലി മീൽസൊക്കെ തന്നെയാണ് കഴിച്ചത്. റൂട്ടീനും കാര്യങ്ങളൊക്കെ നോക്കാനും പറ്റി. സോ ഇറ്റ് വാസ് ഡെഫിനറ്റ്ലി ഇച്ചിരി ബെറ്റർ ദാൻ യെസ്റ്റർഡേ. അപ്പോൾ ഇനി ഡേ 4 കാണാം. സീ യു.